ഒരു പരാജയമായിരുന്നു പറഞ്ഞു. സോ അടുത്ത കോസസ് ഓഫ് ദ ഫെയിലിയർ ഓഫ് റിവോൾട്ട്, ഈ റിവോൾട്ട് പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ. ഇത് മാത്രം സെപ്പറേറ്റ് ഷോർട്ട് നോട്ടായിട്ട് എന്ത് ചെയ്യണം ചോദിക്കുന്നതാണ്. ദ ബ്രിട്ടീഷ് സക്സീഡഡ് ഇൻ സപ്രസിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് 1857 ആൻഡ് റീ എസ്റ്റാബ്ലിഷിംഗ് ദിയർ അതോറിറ്റി. അപ്പോൾ ബ്രിട്ടീഷുകാർ 1857 മഹത്തായ വിപ്ലവത്തെ അടിച്ചമർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം പുനഃസ്ഥാപിക്കുവാൻ ആർക്ക് കഴിഞ്ഞു? ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. സെവറൽ ഫാക്ടേഴ്സ് ലിങ്ക്ഡ് ഫോർ ദ കൊളാപ്സ് ഓഫ് ദിസ് റിബലിയൻ. അപ്പോൾ ഈ റിബലിയൻ പരാജയപ്പെടുന്നതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് പറയാം. അതിലൊന്നാമത്തെയാണ് ദ പ്രീമെച്വർ ഔട്ട്ബ്രേക്ക് ഓഫ് ദ റിവോൾട്ട്. ഇപ്പോൾ ഈ റിവോൾട്ടിൻ്റെ എന്താ പ്രീമെച്വർ സ്റ്റേജിൽ പക്വതയെത്താത്ത രീതിയിലുള്ളൊരു ആവിർഭാവം. അതായത് ദ ലീഡേഴ്സ് ഓഫ് ദി റിവോൾട്ട് പ്ലാൻ ടു സ്റ്റാർട്ട് ദ റിവോൾട്ട് ഓൺ 22 ജൂൺ 1857. അപ്പം ഈ ഇന്ത്യയിലെ നേതാക്കന്മാർ, ഈ റിവോൾട്ടിന് നേതൃത്വം കൊടുത്ത ആളുകൾ 1857 ജൂൺ 22 ഈ വിപ്ലവം ആരംഭിക്കുവാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? തീരുമാനിച്ചത്. ബട്ട് ദ റിവോൾട്ട് ആക്ച്വലി സ്റ്റാർട്ടഡ് ഓൺ 10th May 1851. പക്ഷേ ശരിക്കും എന്ത് ചെയ്തു? 1857 മെയ് 10 എന്ത് ചെയ്തു? വിപ്ലവം ആരംഭിച്ചു. ദ പ്രീമെച്വർ ഔട്ട്ബ്രേക്ക് ഓഫ് ദ റിവോൾട്ട് അപ്സെറ്റ് ദ all the plans of the leaders. അപ്പോൾ എന്താ പെട്ടെന്ന് എന്താ ഒരു പ്രീമെച്വർ സ്റ്റേജിൽ കാരണം തുടങ്ങാൻ തീരുമാനിച്ച ദിവസം ഒന്ന് അതിന് മുന്നേ എന്ത് ചെയ്തു? റിവോൾട്ട് ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പ്രീമെച്വർ ഔട്ട്ബ്രേക്ക് എന്ത് ചെയ്തു? ഇന്ത്യയിലെ ആ ലീഡേഴ്സിൻ്റെ എല്ലാ പ്ലാനും എന്ത് ചെയ്തു? തെറ്റിക്കുകയുണ്ടായി. Therefore the revolt was not planned or organized. അപ്പോൾ അതുകൊണ്ട് ശരിക്കും എന്താ ഒരു ആസൂത്രിതമായ രീതിയിൽ, ഒരു സംഘടിതമായ രീതിയിൽ എന്താണ് ഈ ഒരു വിപ്ലവം നടത്താനായിട്ട് കഴിയാതെ വന്നു. അപ്പോൾ അതാണ് എന്താ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിപ്ലവം പരാജയപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് പ്രീമെച്വർ ഔട്ട്ബ്രേക്ക് ഓഫ് ദി റിവോൾട്ട്. ദെൻ അടുത്തത് ലാക്ക് ഓഫ് ഏബിൾ ലീഡേഴ്സ്. അതായത് ദെർ വാസ് നോട്ട് സഫിഷ്യൻറ്റ് ആൻഡ് കേപ്പബിൾ ലീഡേഴ്സ് ഓൺ ദി സൈഡ് ഓഫ് ദ റിവോൾട്ടേഴ്സ് എക്സെപ്റ്റ് ഝാൻസി റാണി. അപ്പോൾ ഝാൻസി റാണി ഒഴികെ മറ്റൊരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലീഡർ എവിടെ ഇല്ലായിരുന്നു? ഈ വിപ്ലവം നയിക്കുന്നതിന് ഇല്ലായിരുന്നു. മോറോവർ ദ ലീഡേഴ്സ് ലാക്ക്ഡ് സ്ട്രാറ്റജി ആൻഡ് ഫാക്ട് ഇൻ ദെയർ ക്യാമ്പെയിൻസ്. അത് മാത്രമല്ല എന്താണ് ഇവർക്കൊരു പ്രത്യേകമായിട്ടുള്ള സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഫാക്ടേഴ്സോ എന്തിനില്ലായിരുന്നു? ഈ വിപ്ലവം മുന്നോട്ട് കൊണ്ടുപോകാനില്ലായിരുന്നു. ദ ഓൺലി ക്വാളിറ്റി ഓഫ് ദി സിപ്പോയ്സ് വാസ് നോട്ട് ദാറ്റ് ദേ വെയർ ബ്രേവ് ആൻഡ് കാവൽറീസ്. അപ്പോൾ ഇതിനകത്ത് ഒരേ ഒരു ക്വാളിറ്റി മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ആരുടെ? ആ സിപ്പോയിമാരുടെ. അവർ വളരെയധികം ധീരന്മാരും ധൈര്യം ഉള്ള ആളുകളുമായിരുന്നു. ആ ഒരൊറ്റ ഗുണം മാത്രമേ നമുക്ക് എന്താണ് ഇന്ത്യൻ സോൾജേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്ത് പറയാൻ കഴിയത്തുള്ളൂ. ഒരു ഏബിൾ ലീഡർഷിപ്പിൽ എൻ്റെ ഒരു ലാക്ക്നെസ് എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടാകുന്നു. അത് വിപ്ലവം പരാജയപ്പെടുന്നതിന് കാരണമാകുന്നു. മൂന്നാമത്തത് റിവോൾട്ട് ലാക്ട് നാഷണൽ ക്യാരക്ടർ. അപ്പോൾ ദേശീയ സ്വഭാവത്തിൻ്റെ അഭാവം എവിടെയുണ്ടായി? ഈ വിപ്ലവത്തിലുണ്ടാകുന്നു. ദ ഏരിയ ഓഫ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് വാസ് ഓൺലി എ സ്മാൾ റീജിയൻ ഫ്രം ഡൽഹി ടു ലക്നൗ ആൻഡ് ഝാൻസി. അപ്പോൾ ഈ റിവോൾട്ടിന് ശരിക്കും ഒരു എഫക്റ്റീവായിട്ടുള്ള റെസിസ്റ്റൻസ് കിട്ടിയത് വളരെ കുറച്ച് മേഖല, അല്ലെങ്കിൽ ഡൽഹി, ലക്നൗ, ഝാൻസി തുടങ്ങിയ മേഖലയിൽ മാത്രമേ എന്താണ് ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടിയുള്ളൂ. സോ ദർ കെയിം നോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ബംഗാൾ, പഞ്ചാബ്, രജപുത്ര, സെൻട്രൽ ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ. അപ്പോൾ സൗത്ത് ഇന്ത്യയിലും സെൻട്രലിലും രജപുത്രയിലും പഞ്ചാബിലും ബംഗാളിലൊന്നും എന്താണ് ഒരു റെസിസ്റ്റൻസ്, എഫക്റ്റീവായ രീതിയിലൊരു റെസിസ്റ്റൻസ് എന്താ ഇവർക്ക് കിട്ടിയില്ല. അതെന്തിന് കാരണമാകുന്നു? വിപ്ലവം പരാജയപ്പെടുന്നതിന് കാരണമാകും. അടുത്തത് ദ സുപ്പീരിയർ ആർമി ആൻഡ് നേവൽ പവർ ഓഫ് ബ്രിട്ടീഷ്. സോ ദ ബ്രിട്ടീഷ് equipped മോഡേൺ ടെക്നിക്സ് ഓഫ് വാർഫെയർ, ആർമി ആൻഡ് നേവൽ പവർ. ബ്രിട്ടീഷുകാർ എന്താണ് നടപ്പിലാക്കിയത്? വളരെ എന്താ പറയുക, മോഡേൺ ടെക്നോളജീസ് ഉള്ള വെപ്പൺസാണ് ആർമിയിലായാലും നേവൽ പവറിലായാലും ആരും ഉപയോഗിച്ചിരുന്നത്? ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചു. ഇന്ത്യയിലെ കമ്പും കുന്തവും വാരിക്കുന്തവും കണവയും
അങ്ങനെയുള്ള സാധനങ്ങൾക്ക് കവണയൊക്കെ ഉണ്ടല്ലോ, കല്ലൊക്കെ വെച്ചടിക്കുന്ന സാധനം, കുന്തങ്ങളും മണ്ടൊക്കെയാണ് എന്ത് ചെയ്തത് ഇവിടെ വിപ്ലവം നടത്തിയത്. അതായത് ബ്രിട്ടീഷുകാർ നല്ല മോഡേൺ ടെക്നിക്സ്, ബ്രിട്ടീഷേഴ്സ് അഡോപ്റ്റ് modern techniques of warfare, the Indian soldiers used only sticks and stones. എന്താ കല്ലും കമ്പുമായിരുന്നു ആരും ഉപയോഗിച്ചത്, ഇന്ത്യക്കാർ ഉപയോഗിച്ചത്. സോ ദിസ് എനേബിൾഡ് ദ ബ്രിട്ടീഷ് ടു സപ്രസ് ദ റിബലിയൻ ഈസിലി. എന്ത് ചെയ്യാൻ കഴിഞ്ഞത്? എന്തിന് കാരണമാകുന്നു? ഈ റിബലിയൻസ് അടിച്ചമർത്തുന്നതിന് കാരണമാകുന്നു. ഇനി ദ ലാക്ക് ഓഫ് കോമൺ ഐഡിയാസ്, ഒരു പൊതുവായ ആദർശത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. ദ ലാക്ക് ഓഫ് എനി കോമൺ ഐഡിയാസ് ബിഫോർ ദ മ്യൂട്ടനീസ് ആൾസോ പ്രൂവ്ഡ് ടു ബി എ ബിഗ് downdrag and hampered a concerned action. ഇപ്പോൾ എന്താണ്? ഒരു കോമൺ ഐഡിയാസിൻ്റെ അഭാവം, ഒരു പൊതുവായ ആദർശത്തിൻ്റെ അഭാവം. അതായത് ഈ മ്യൂട്ടനീസ് തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചൊരു കോമൺ ഐഡിയാസ് ആർക്കില്ലായിരുന്നു? ഇന്ത്യൻ ലീഡേഴ്സിനില്ലായിരുന്നു. സോ വൈൽ ദ മുസ്ലിംസ് were mainly fighting for the restriction of the Mughal emperor, the Hindus were primarily concentrated with the restoration of Nana Sahib and Rani Lakshmi Bai. അപ്പം മുസ്ലിങ്ങൾ ഇവിടെ ഈ വിപ്ലവത്തിൽ പങ്കെടുത്തത് മുഗൾ എംപയറിനെ റീസ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ ഹിന്ദുക്കൾ ഈ റിവോൾട്ട് കണ്ടക്ട് ചെയ്തത് റാണി ലക്ഷ്മി ഭായിയുടെയും നാനാ സാഹിബിൻ്റെയും നഷ്ടപ്പെട്ട അധികാരങ്ങൾ എന്ത് ചെയ്യുവാൻ പിടിച്ചെടുക്കാൻ. ഒരു കോമൺ ഐഡിയാസ് ഇല്ലാതെ പോയതിന് കാരണമാകുന്നു, പരാജയം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ദെൻ അടുത്തത് ഇൻ്റർനാഷണൽ സിറ്റുവേഷനാണ്. ദി ഇൻ്റർനാഷണൽ സിറ്റുവേഷൻ ടു വെൻച്ച് അഗൻസ്റ്റ് ദ റിബൽസ്. ഈ റിബൽസിനെതിരായിരുന്നു അന്തർദേശീയമായ സാഹചര്യങ്ങളും. നോ ഫോറിൻ പവർ ഇൻക്ലൂഡിംഗ് ദ മുസ്ലിം പവർ ലൈക്ക് അഫ്ഗാനിസ്ഥാൻ കെയിം ടു ദ എയ്ഡ് ഓഫ് ദി ഓൾഡ് എംപറർ ബഹദൂർ ഷാ സെക്കൻഡ്. അതായത് ഒരു വിദേശ ശക്തിയും, അതായത് അഫ്ഗാനിസ്ഥാനിൽ അന്ന് മുസ്ലിം എംപററായിരുന്നു. അപ്പം മുസ്ലിം എംപററായിരുന്ന മുസ്ലിം പവേഴ്സായിരുന്ന അഫ്ഗാൻ പോലും എന്ത് ചെയ്യാൻ തയ്യാറായില്ല, ഈ മുഗൾ എംപയറിനെ സഹായിക്കാൻ തയ്യാറായില്ല. ദ ഗ്രേറ്റ് ബ്രിട്ടൻ അറ്റ് ദാറ്റ് ടൈം ഹാസ് ഫ്രീ ഫ്രം എനി അതർ ത്രെറ്റ് ഓഫ് എനി യൂറോപ്യൻ നേഷൻസ്. അപ്പോൾ ആ സമയത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് യാതൊരു വിധ അതായത് ഏതൊരു യൂറോപ്യൻ ശക്തികളുടെ ഭീഷണിയിൽ നിന്നും എന്ത് ചെയ്തു, സ്വതന്ത്രമായിട്ടാണ് അതെന്ത് ചെയ്തത്. അപ്പോൾ ഈ കാരണങ്ങൾ എന്തിനു കാരണമായി? ഈ 1857 ഈ വിപ്ലവം എന്ത് ചെയ്യുന്നതിന് ഉണ്ടാകുന്നതിന് എന്താ കാരണമായതായിട്ട് നമുക്ക് പറയാം. ദ റിവോൾട്ട് ഓഫ് 1857, 1857 മഹത്തായ വിപ്ലവത്തിൻ്റെ കോഴ്സസ് ആണ്. കോസെല്ലാം കോഴ്സ്, അതിൻ്റെ പീരീഡ് എത്ര കാലം നീണ്ടുവന്നു? ദ സിപ്പോയ്സ് disobeyed the British command, refusing to use the greased cards. നമ്മൾ പറഞ്ഞു ഇതിന് ഈ സിപ്പോയ് മ്യൂട്ടനി ഉണ്ടാവാനുള്ള ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ഈ ഗ്രീസ്ഡ് കാർട്രിഡ്ജ് അവേഴ്സാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് ഉപയോഗിക്കുവാൻ ആര് വിസമ്മതം പ്രകടിപ്പിച്ചു? ഇന്ത്യൻ സിപ്പോയ്സ് വിസമ്മതം പ്രകടിപ്പിക്കുന്നു. അറ്റ് ബരക്പൂർ നിയർ കൊൽക്കത്ത, എ സിപ്പോയ് ബൈ നെയിം മംഗൾ പാണ്ഡെ ഡിസഗ്രീഡ് ടു യൂസ് ദ കാർട്രിഡ്ജസ് ആൻഡ് കിൽഡ് ആൻ ഇംഗ്ലീഷ് ഓഫീസർ. അപ്പം കൽക്കട്ടയ്ക്ക് അടുത്തുള്ള ബരക്പൂരിൽ വെച്ചിട്ട് മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഒരു സിപ്പോയ് ഈ കാർട്രിഡ്ജ് ഉപയോഗിക്കുന്നതിൽ വിസമ്മതം പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു ബ്രിട്ടീഷ് ഓഫീസർ അദ്ദേഹം എന്ത് ചെയ്തു? കൊല്ലുകയും ചെയ്തു. ദെൻ ഹി വാസ് ഹാൻഡ് ഇൻ ഡെത്ത്. അവസാനം അയാൾ എന്ത് ചെയ്യുന്നു? തൂക്കിക്കൊല്ലുകയും ചെയ്തു. ദ ബരക്പൂർ ഇൻസിഡൻറ്റ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ. ഈ ബരക്പൂർ സംഭവം എന്ത് ചെയ്ത്? കാട്ടുതീ പോലെ എല്ലായിടത്തും വ്യാപിച്ചു. ഇൻ മീററ്റ് 85 സിപ്പോയ്സ് റെഫ്യൂസ്ഡ് ടു ടച്ച് സച്ച് എ റൈഫിൾ. അപ്പം മീററ്റിൽ എന്താണ്, ഏകദേശം 85ഓളം സിപ്പായിമാർ ഈ റൈഫിള് സ്പർശിക്കുന്നതിന് എന്ത് ചെയ്ത്? റെഫ്യൂസ് ചെയ്തു. ആസ് എ പണിഷ്മെൻറ്റ് ദേ വേർ സെൻറ്റഡ് ഫോർ ലോയേഴ്സ് ഓഫ് റിലീജിയസ് പണിഷ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ 85 പേർക്ക് എന്ത് ചെയ്തു? രാജകീയമായ രീതിയിൽ തന്നെ അവരെന്ത് ചെയ്തു? ശിക്ഷാവിധി നടപ്പിലാക്കുകയും അവരെന്ത് ചെയ്തു? കൊല്ലുകയും ചെയ്തു. ഫോളോയിങ് ദാറ്റ് the Indian regiment revolted, bar down their officers' residence and murdered all the Europeans when came their wing. അപ്പോൾ
അതിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇന്ത്യൻ സൈനികരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു, അവർ ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ഓഫീസർമാരെ എന്ത് ചെയ്തു, തടഞ്ഞു വയ്ക്കുകയും അത്രയും ഓഫീസർമാരെ ഇവർ എന്ത് ചെയ്തു, കൊല്ലുകയും ചെയ്തു. ദസ് ദ റിബൽസ് മാർച്ച് ടു ഡൽഹി. അതിനുശേഷം ഈ റിബൽസ് എങ്ങോട്ട്, ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. They broke down jails and released their fellow soldiers. Joined by the local inhabitants, all marched to Red Fort. അപ്പോൾ ഇങ്ങനെ ഡൽഹിയിലേക്ക് ചെന്ന ഇവർ അവിടുത്തെ ജയിലുകളെല്ലാം തകർത്തുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന സഹതടവുകാരെ എന്ത് ചെയ്തു, ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും അവരോടൊപ്പം എന്ത് ചെയ്തു, അവിടുത്തെ പ്രാദേശിക ജനവിഭാഗവും ഈ റിബല്യനിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു റെഡ് ഫോർട്ടിലേക്ക് എന്ത് ചെയ്തു, മാർച്ച് ചെയ്യുകയും ചെയ്തു. ദേ പ്രൊക്ലെയിംഡ് മുഗൾ എംപറർ ബഹദൂർ ഷാ സെക്കൻഡ് ആസ് ദ എംപറർ ഓഫ് ഇന്ത്യ. അവരെന്ത് ചെയ്യുന്നു, മുഗൾ രാജവംശത്തിലെ അവസാന രാജാവായ ബഹദൂർ ഷാ രണ്ടാമനെ ഈ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അവരെന്ത് ചെയ്തു, നിയമിക്കുകയും ചെയ്തു. Soon the mutiny spread to cities like Lucknow, Kanpur, Agra, Jhansi, part of central India and many other places. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഈ ഒരു കലാപം, ഈ ഒരു വിപ്ലവം മറ്റ് സിറ്റികളായ ലക്നൗ, കാൺപൂർ, ആഗ്ര, ഝാൻസി, പിന്നെ സെൻട്രൽ ഇന്ത്യയുടെ കുറേ ഭാഗം മറ്റ് സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തു, ഈ റിവോൾട്ട് വ്യാപിക്കുകയും ചെയ്തു. In central India, the revolt was led by Rani Lakshmi Bai, the bravest and the best of the revolutionary leader. അപ്പം സെൻട്രൽ ഇന്ത്യയിൽ ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ഝാൻസി റാണി ലക്ഷ്മി ഭായി ആയിരുന്നു. അതായത് പിന്നെ റവല്യൂഷണറിയുടെ കൂട്ടത്തിലെ ഏറ്റവും ധീരയായ വനിതയായിരുന്നു ആര്, ഝാൻസി റാണി ലക്ഷ്മി ഭായി എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് സെൻട്രൽ ഇന്ത്യയിൽ ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. ഷി വാസ് ഏബ്ലി assisted by താന്തിയ തോപ്പി, ദ ജനറൽ ഓഫ് നാനാ സാഹിബ്. അപ്പോൾ അവർക്ക് ആവശ്യമായ സഹായവുമായിട്ട് താന്തിയ തോപ്പി, അതായത് നാനാ സാഹിബിൻ്റെ ജനറലായിരുന്ന താന്തിയ തോപ്പി ഇവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു. ദ ബ്രിട്ടീഷ് അതോറിറ്റീസ് ക്രിയേറ്റഡ് ഷാർപ്ലി അഗൈൻസ്റ്റ് ദ റിബൽസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ബ്രിട്ടീഷ് അതോറിറ്റീസ് ഈ റിബൽസിനെതിരായിട്ട് ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി. ലോർഡ് കാനിങ്, ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഇൻ ഇന്ത്യ, ഇഷ്യൂഡ് മാർഷ്യൽ ലോ. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് കാനിങ് പ്രഭുവാണ്. അദ്ദേഹം ഇന്ത്യക്കാർക്കെതിരായിട്ട് എന്താണ്, മാർഷ്യൽ ലോ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദ ഗവൺമെൻറ് അസംബിൾഡ് ആർമീസ് ഫ്രം മദ്രാസ്, ബർമ ആൻഡ് ബോംബെ. അപ്പോൾ എന്താണ്, ഇന്ത്യ ഈ ഗവൺമെൻറ് പിന്നെ മദ്രാസിലും ബർമയിലും ബോംബെയിലും ഒക്കെ എന്ത് ചെയ്തു, സൈന്യങ്ങൾ ഉണ്ടാക്കുന്നു. ഡൽഹി, ദ സെൻറ്റർ ഓഫ് ദ നാഷണലിസ്റ്റ് ആക്ടിവിറ്റീസ്, വാസ് റീക്യാപ്ചർഡ് ബൈ ദ ബ്രിട്ടീഷ്. അതായത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ചിരുന്നത് ഡൽഹിയിലായിരുന്നു. ആ ഡൽഹി ആര് പിടിച്ചെടുക്കുന്നു, ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ബഹദൂർ ഷാ വാസ് ടേക്കൺ പ്രിസണർ ആൻഡ് എക്സൈൽഡ് ടു റാങ്കോൺ, വെയർ ഹി ഡൈഡ് ലേറ്റർ. ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ റങ്കോണിലേക്ക് നാടുകടത്തുകയും പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, റങ്കോണിൽ വെച്ച് മരിക്കപ്പെടുകയും ചെയ്തു. ദ അതർ ഇന്ത്യൻ ലീഡേഴ്സ്, ലക്ഷ്മി ഭായ് ഓഫ് ഝാൻസി, ഡൈഡ് ഇൻ വൺ ഓഫ് ദ ബാറ്റിൽ ഫീൽഡ്. മറ്റ് ഇന്ത്യക്കാരായിട്ടുള്ള അതിൽ പ്രധാനിയായ റാണി ലക്ഷ്മി ഭായിയെ, ഝാൻസിയിലെ റാണിയായിരുന്ന റാണി ലക്ഷ്മി ഭായി എന്ത് ചെയ്തു, ഒരു ബാറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, കൊല്ലപ്പെടുകയുണ്ടാവുന്നു. താന്തിയ തോപ്പി വാസ് ക്യാപ്ചേർഡ് ആൻഡ് ഹാങ്ഡ്. താന്തിയ തോപ്പി എന്ത് ചെയ്തു, പിടികൂടുകയും അയാൾ എന്ത് ചെയ്തു, തൂക്കിക്കൊള്ളുകയും ചെയ്തു. നാനാ സാഹിബ് ആൻഡ് ബീഗം ഓഫ് ഔദ് ഫ്ലഡ് ടു നേപ്പാൾ. നാനാ സാഹിബും ഔദിലെ ബീഗവും കൂടി എന്ത് ചെയ്യുന്നു, നേപ്പാളിലേക്ക് നാടുകടന്നു. Thus the revolt was suppressed. അങ്ങനെ എന്താണ്, ഈ വിപ്ലവം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അടിച്ചമർത്തുക ചെയ്തു. പീസ് റിട്ടേൺഡ് ടു കൺട്രി ബട്ട് ദ ഫോറിൻ റൂൾ കണ്ടിന്യൂഡ്. സമാധാനം രാജ്യത്തിൽ പുനഃസ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു എങ്കിൽ പോലും പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഭരണം എന്ത് ചെയ്തു, ഇന്ത്യയിൽ മുമ്പോട്ട് പോവുകയും ചെയ്തു.
ഇതിൻ്റെ റിസൾട്ട് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857, 1857 മഹത്തായ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ. ദ റിവോൾട്ട് ഓഫ് 1857 മാർക്ക്ഡ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു നാഴികക്കല്ലായിരുന്നു ഏതാ 1857 ഈ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. ദ ലണ്ടൻ ഗവൺമെൻറ് ടുക്ക് ഓവർ ഇന്ത്യ ആൻഡ് ബ്രോട്ട് ഹർ അണ്ടർ ദ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ ലണ്ടനിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയും ആ ലണ്ടൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ബ്രിട്ടീഷ് രാജ്യം നേരിട്ട് എവിടെ നടത്താൻ തുടങ്ങി? ഇന്ത്യയിൽ നടത്താനായിട്ട് തുടങ്ങി. ദിസ് മാർക്ക്ഡ് ദ എൻഡ് ഓഫ് കമ്പനീസ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്തു? അപ്പോൾ അത്രയും കാലം ഇന്ത്യയിൽ ഏകദേശം 1600 മുതൽ 1857 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഇന്ത്യയിലുണ്ടായിരുന്ന പല ഗവർണർ ജനറൽമാരെ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് അയച്ചുള്ള ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ റിവോൾട്ടിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ ഭരണം ഡയറക്റ്റായിട്ട് ആർ ഏറ്റെടുക്കുന്നു? ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുകയും അതോടുകൂടി എന്താണ്? കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ എന്ത് ചെയ്തു? അവസാനിക്കുകയും ചെയ്തു. അതായത് സിപ്പായി ലഹളയ്ക്ക് ശേഷമാണ് ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ വരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് അതുവരെ കച്ചവടക്കാരാണ്. അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി, കമ്പനി കച്ചവടക്കാർ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എന്ത് ചെയ്തിരുന്നു? അവിടുന്ന് ഗവർണർ ജനറൽമാരെ ഇങ്ങോട്ട് അയച്ചിരുന്നു. അപ്പോൾ അവരായിരുന്നു എന്താ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ അതോടുകൂടി 1857 മഹത്തായ വിപ്ലവത്തോടു കൂടി ആ ഒരു ഭരണം അവസാനിച്ചിട്ട് അതിന് പോലെ എന്താ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുവരുന്നു. സോ എ പ്രൊക്ലമേഷൻ ഓഫ് ക്വീൻ വിക്ടോറിയ. ഒരു കാര്യം പറ്റും, നമ്മുടെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് ക്രൗണും തമ്മിൽ അപ്പം എങ്ങനെയായിരുന്നു അതുവരെ? അത് ഈ ഗവർണർ ജനറൽമാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഗവർണർ ജനറൽ എന്ന് പറയുന്ന അവരുടെ നോമിനിയാണ് ഈ ബ്രിട്ടീഷുകാരുടെ. ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ റോയൽ ഗവൺമെൻറ് നോമിനി ആയിരുന്നു ഗവർണർ ജനറൽ. അവരുമായിട്ടായിരുന്നു എന്താ ഈ കമ്പനിയായിട്ട് കമ്പനി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് എന്താ കമ്മ്യൂണിക്കേഷൻസ് ഇല്ലായിരുന്നു. അപ്പം ഈ സംഭവത്തിന് ശേഷം എന്ത് ചെയ്തു? നേരിട്ട് ഭരണം എന്ത് ചെയ്തു? നടത്താൻ തുടങ്ങി. So a proclamation of Queen Victoria on 1st November 1858 created this historic change. അപ്പോൾ ഇതിനൊരു മാറ്റം വന്നത് ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുപോയത് 1858 നവംബർ 1-ാം തീയതി അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ക്വീൻ വിക്ടോറിയ ഒരു പ്രൊക്ലമേഷൻ എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. The term Governor General of India was changed as the Viceroy of India. അപ്പം അന്ന് വരെ ആരായിരുന്നു? ഗവർണർ ജനറൽ എന്നായിരുന്നു എന്ത് ചെയ്യുന്നത്? ഭരണാധികാരികൾ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ടൈം മാറിയിട്ട് എന്താണ്? അതിന് പകരമായിട്ട് വൈസ്രോയി എന്നൊരു പദവി എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്നു. ഇനി എ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വാസ് ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടീഷ് ക്യാബിനറ്റ് to look after the affairs of the state. ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ എന്താ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പദവിയും കൂടി ആര് കൊണ്ടുവന്നു? ഈ ക്വീൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ വഴി കൊണ്ടുവരികയുണ്ടായി. ഇനി ദ മ്യൂട്ടിനി ലെഡ് ടു ഹെവി ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഈ ശിപായി ലഹള എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഒരുപാട് ജീവനും സ്വത്തിനും നാശനഷ്ടമുണ്ടാകിയ ഒരു വിപ്ലവമായിരുന്നു. The British troops as well as the Indian Sipoys massacred men and women and children. ഇപ്പോൾ ബ്രിട്ടീഷ് സൈന്യവും അതുപോലെ തന്നെ ഇന്ത്യൻ ശിപായിമാരും എന്ത് ചെയ്തു? ആണിനെയും പെണ്ണിനെയും കുട്ടികളെയൊക്കെ എന്ത് ചെയ്തു? കൊന്നൊടുക്കുക ഉണ്ടായി. So in order to avoid similar revolts in future, a number of military reforms were introduced. ഭാവിയിൽ ഇത്തരം ഒരു റിവോൾട്ട് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ധാരാളം സൈനികമായ പരിഷ്കാരങ്ങൾ എവിടെ കൊണ്ടുവന്നു? ഇന്ത്യയിൽ കൊണ്ടുവന്നു. ദ യൂറോപ്യൻ എലമെൻറ്റ്സ് ദ ഇന്ത്യ ആർമി വാസ് ഇൻക്രീസ്ഡ് ടു 15%. അതായത് ഇന്ത്യൻ ആർമിയിലെ ബ്രിട്ടീഷുകാരുടെ എണ്ണം എന്താക്കി? 50% എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. ദ ഓപ്പറേഷൻസ് ഓഫ് The operations of artillery was entirely left to the Europeans. അതായത് ആർട്ടിലറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആയുധ താവളങ്ങൾ. ആ ആയുധ താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും
ആരുടെ കൈവശം കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാരുടെ കൈവശം കൊണ്ടുവന്നു. ഇനി ദ റിബല്യൻ ടോട്ട് സം ലെസൺസ് ടു ദ ബ്രിട്ടീഷ്. അപ്പോൾ ഈ ഒരു വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷുകാരെയും ചില പാഠങ്ങൾ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ടു ബി പൊളൈറ്റ് ടുവേഴ്സ് ദ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എന്താണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളോട് വളരെ മാന്യമായിട്ട് എന്ത് ചെയ്യാൻ, പെരുമാറുവാൻ അവർ എന്ത് ചെയ്തു? പ്രേരിപ്പിച്ചു. ദി ക്യൂൻസ് പ്രൊക്ലമേഷൻസ് പ്രോമിസ് ടു പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ രാജ്ഞിയുടെ പ്രഖ്യാപനം എന്ത് ചെയ്തു? ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ താല്പര്യങ്ങളും കൂടി എന്താ സംരക്ഷിക്കുന്ന ഒന്നായിരുന്നു. ഇനി ഇറ്റ് അസ്യൂം ദെയർ റൈറ്റ്സ് ഓഫ് അഡോപ്ഷൻ ആൻഡ് സക്സഷൻ ടു ദ ത്രോൺ. അപ്പോൾ ഇറ്റ് അഷ്വേഡ് ഈ ഇതെന്തിനു ഉറപ്പ് വരുത്തി? ഇറ്റ് അഷ്വേഡ് ദ റൈറ്റ് ഓഫ് അഡോപ്ഷൻ ആൻഡ് സക്സഷൻ ടു ത്രോൺ. അതായത് അധികാര കൈമാറ്റം എന്ന് പറയുന്ന അവകാശം എന്ത് ചെയ്തു? ഈ രാജ്ഞിയുടെ പ്രൊക്ലമേഷൻ വഴി ആർക്ക് കിട്ടി? പ്രിൻസ്ലി സ്റ്റേറ്റ്സുകൾക്ക് കിട്ടുകയുണ്ടായി. ദെൻ ഫോളോയിങ് ദ റിവോൾട്ട് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗേവ് അപ്പ് ആൾ ഐഡിയാസ് ഓഫ് സോഷ്യൽ റിഫോംസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ റിവോൾട്ടിനെ തുടർന്ന് ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കാരങ്ങൾ നടത്തുന്ന എല്ലാവിധമായിട്ടുള്ള ഐഡിയാസും ആരുപേക്ഷിച്ചു? ബ്രിട്ടീഷുകാർ ഉപേക്ഷിക്കുന്നു. ദേ കെപ്റ്റ് ദംസെൽസ് എവേ ഫ്രം ദ റിലീജിയസ് ആൻഡ് കാസ്റ്റ് മാറ്റേഴ്സ്. മതപരമായ ജാതിപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും ആര് വിട്ടുമാറുന്നു? ബ്രിട്ടീഷുകാർ വിട്ടുമാറുന്നു. ദിസ് പ്രിവെൻറ്റഡ് ദ പാസിംഗ് ഓഫ് പ്രോഗ്രസീവ് സോഷ്യൽ ലോസ്. ഇതിന് കാരണമാകുന്നു പ്രോഗ്രസീവായിട്ടുള്ള സോഷ്യൽ ലോസ് പാസ്സാക്കുന്നതിന് എന്ത് ചെയ്തു? പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ഇൻ ദ സോഷ്യൽ സ്പിയർ ദി ഇമ്പാക്റ്റ് ഓഫ് മ്യൂട്ടിനി വാസ് ഗ്രേറ്റർ അൺഫോർച്ചുനേറ്റ്. സാമൂഹ്യപരമായ മേഖലയിൽ ഈ വിപ്ലവത്തിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് വളരെയധികം എന്താ ദൗർഭാഗ്യകരമായിരുന്നു, നിർഭാഗ്യകരമായിരുന്നു. ദ റിബല്യൻ widened the gulf between Europeans and Indians. അപ്പോൾ ഈ 1857 വിപ്ലവത്തിൻ്റെ ഫലമായി യൂറോപ്യൻസും ഇന്ത്യക്കാരും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ത് ചെയ്യാൻ കാരണമായി? അകലുന്നതിന് കാരണമാകുന്നു. സിമിലർലി Muslims got an impression that the revolt failed because the Hindus didn't extend sincere support to the Emperor Bhadur II. ഇവിടെ മുസ്ലിങ്ങൾക്കിടയിലുണ്ടായ മറ്റൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ ബഹദൂർ ഷാ രണ്ടാമന് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് പിന്തുണ കൊടുക്കാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ടു പോയതെന്നുള്ള ഒരു കാഴ്ചപ്പാട് ആർക്കുണ്ടായി? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്ലാഷ്, ഹിന്ദു മുസ്ലിം ഒരു ക്ലാഷ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. സോ ദിസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഗീവ് എ സെറ്റ് ബാക്ക് ടു ഹിന്ദു മുസ്ലിം യൂണിറ്റി. അത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്ന എന്താണ്? ആ ഒരു ഐക്യത്തിന് ഒരു സെറ്റ് ബാക്ക് എടുത്തിട്ട് ശരിയായിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നതാണ്. ഹിന്ദുക്കൾ എന്താ ബഹദൂർ ഷാ രണ്ടാമനെ സ്ഥാനം, ബഹദൂർ ഷാ എന്ന് പറയുന്ന ഒരു മുസ്ലിം മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടാണ്, ആത്മാർത്ഥമായ സപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് 1857 മഹത്തായ വിപ്ലവം പരാജയപ്പെട്ടു പോയത് എന്നുള്ളൊരു കാഴ്ചപ്പാട് ആർക്കുണ്ടാവുന്നു? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. അപ്പോൾ അത് ഇവർ തമ്മിൽ ഡിസ്യൂണിറ്റി ഉണ്ടാകുന്നതിന് കാരണമാകും. ഇനി ഇൻ ദ ഫ്യൂഡൽ ഓർഡർ ഫെയിൽഡ് ടു ഓവർത്രോ ദ ബ്രിട്ടീഷ് രാജ്. ദ എലൈറ്റ് ക്ലാസ് കെപ്റ്റ് ഇൻ ടു ഇറ്റ്സ് സ്റ്റോൺസ്. ഇപ്പോൾ ഈ ഫ്യൂഡൽ ഓർഡർ, ഒരു ഫ്യൂഡൽ വ്യവസ്ഥയും എന്ത് ചെയ്ത് ഇന്ത്യയിൽ തകർന്നു പോവുകയുണ്ടാകുന്നു. അപ്പോൾ എലൈറ്റ് ക്ലാസ്സിന് അവരുടേതായിട്ടുള്ള സ്ഥാനം എന്ത് ചെയ്യുന്നു? നഷ്ടമാകുന്നു. ദി ഇൻ്റലക്ച്വൽസ് ഫോംഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഓർഗനൈസേഷൻസ്. അപ്പോൾ അവിടുത്തെ ഭൗതികപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ബുദ്ധിജീവികൾ എന്ത് ചെയ്തു? അവർ പൊളിറ്റിക്കൽ പാർട്ടീസും സോഷ്യൽ ഓർഗനൈസേഷൻസും ഒക്കെ എന്ത് ചെയ്തു? ഉണ്ടാക്കുന്നു. ദേ ലെഡ് ദ നാഷണൽ മൂവ്മെൻറ്റ് ടു എ സക്സസ്ഫുൾ ആയി. അപ്പോൾ ഈ 1857 മഹത്തായ വിപ്ലവത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഫലമെന്ന് പറയാൻ കഴിയുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെ തുടർന്നാണ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത് ഈ 1857 വിപ്ലവത്തെ തുടർന്ന് ആണ്. ഓക്കെ, 1857 മറ്റൊരു പേരെന്ന് പറയുന്നത് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് 1857 മഹത്തായ വിപ്ലവം എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ശിപ്പായിലൊക്കെ ദ റിവോൾട്ട് ഓഫ് 1857 ഈസ് അതർവൈസ് കാൾഡ് ദ Sipoy Mutiny. Was a determinant fight of the Indian Sepoys with the support of common people to liberate India from British imperialism. അതായത് ബ്രിട്ടൻ്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്നും
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ ശിപായിമാർ സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണയോടുകൂടി നടത്തിയ വിപ്ലവമായിരുന്നു ഏത് 1857 മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേര് ശിപ്പായി മ്യൂട്ടണി അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്ന് വിളിക്കാം. ഇന്ത്യ കൺസിഡർ ദിസ് റിവോൾട്ട് ആസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. പക്ഷേ ഇന്ത്യക്കാരെന്ത് ചെയ്തു? ഇതിനെ കണക്കാക്കി എന്താണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നായിരുന്നു ഇതിനെ എന്ത് ചെയ്തത് കണക്കാക്കുക ചെയ്തത്. ദ റിബല്യൻ വാസ് മോസ്റ്റ്ലി സെൻറ്റേഡ് അറൗണ്ട് നോർത്തേൺ ആൻഡ് സെൻട്രൽ ഇന്ത്യ. ഇപ്പോൾ ഈ വിപ്ലവം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചത് ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തും മധ്യ ഭാഗത്തുമായിരുന്നു. Even though the struggle began simply as a mutiny or uprising of the Sipoys, it gained popular support and ended as a war of independence. ഇപ്പോൾ തുടക്കത്തിൽ ഈ സ്ട്രഗിൾ, ഈ കലാപം വളരെ ലളിതമായിട്ട് ഒരു ലഹളയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയ കലാപമായിട്ട് നടത്തിയ ശിപായിമാർ നടത്തിയ ഒരു കലാപമായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരുന്നതെങ്കിൽ ഇത് അവസാനിച്ചതെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് ഇത് മാറി. അവസാനം ഈ ശിപായി മ്യൂട്ടണി എന്ത് ചെയ്യുന്നു മാറുന്നു. അൺഫോർച്ചുനേറ്റ്ലി ദ റിവോൾട്ട് ഫെയിൽഡ് ടു ഓവർത്രോ കൊളോണിയലിസം ഫ്രം ഇന്ത്യ. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണ് ഇന്ത്യയിൽ നിന്നും സ്വേച്ഛാധിപത്യത്തെ എന്ത് ചെയ്യുവാൻ മറികടക്കുന്നതിൽ ആര് പരാജയപ്പെടുന്നു? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യുന്നു പരാജയപ്പെടുന്നു. ഒരു തുടക്കത്തിൽ നല്ലൊരു റിവോൾട്ടായിട്ടാണ് ഇത് വന്നു. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? പരാജയപ്പെടുകയാവുകയാണ് ചെയ്തത്. അടുത്ത നമുക്ക് ഇതിൻ്റെ കോസസാണ് കാണേണ്ടത്. സോ ദ റിവോൾട്ട് വാസ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് കോസസ് ഓർ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. പല കാരണങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് 1857 മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തത് പൊളിറ്റിക്കൽ കോസസ് ആണ്, രാഷ്ട്രീയ കാരണങ്ങളാണ്. സോ ഇൻ ദ കോഴ്സ് ഓഫ് എ സെഞ്ച്വറി ഫ്രം 1757 to 1856 the British imperialism advanced to a great extent. 1757 പ്ലാസി യുദ്ധം നടക്കുന്നുണ്ട്. സിറാജ് ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏതാ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ 1856 വരെയുള്ള ഒരു നൂറ്റാണ്ട് കൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഇമ്പീരിയലിസം അല്ലല്ല പ്ലാസി സിറാജ് ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. ബംഗാളിൽ വെച്ചിട്ട്. പഴശ്ശി ഇവിടെ നമ്മുടെ കേരളത്തിൽ പഴശ്ശി മലബാർ മേഖലയിൽ. അപ്പോൾ ഈ 1757 മുതൽ 1856 വരെയുള്ള ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം എന്ത് ചെയ്തു? ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും സ്ഥാപിക്കുകയുണ്ടായി. The British East India Company's process of expansion suspect of many of the Indians power from existence. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ അവർ ഇന്ത്യയിൽ അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്ന ആ ഒരു പ്രക്രിയ വന്നപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വളരെയധികം സംശയം എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് ഉണ്ടാകുന്നു. ദ കർണാട്ടിക്, ദ മൈസൂർ, ഹൈദരാബാദ്, Bengal, the Maratha Empire and the Mughal Empire fell victims to British imperialism. The British സ്വേച്ഛാധിപത്യത്തിന് അടിമകളായ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേഖലകളായിരുന്നു ഒന്ന് കർണാട്ടിക് ഏരിയാസ്, മറ്റൊന്ന് മൈസൂർ, മറ്റൊന്ന് ഹൈദരാബാദ്, ബംഗാൾ. ഇതിന് അവസാനം ഇന്ത്യയിലെ ഭരണാധികാരിയായിരുന്നു മുഗൾ എംപയർ. മുഗൾ എംപയറിൻ്റെ അവസാനത്തെ രാജാവ് എന്ന് പറയുന്നത് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ ഒന്നാമനായിരുന്നു. അപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഈ സാമ്രാജ്യങ്ങളൊക്കെ ആരുടെ അധീനതയിലാവുന്നു? ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആവുന്നു. ടു ആഡ് ദിസ് സഫോക്കേഷൻ ഓഫ് ദി ഇന്ത്യൻ ലോർഡ്, ഡൽഹൌസി ഇൻട്രൊഡ്യൂസ്ഡ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ മേധാവിത്വം സ്ഥാപിച്ചതിനെതിരായിട്ട് ഒരുപാട് മുറിവുറുപ്പുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതലല്ല എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന പോലെയാണ് അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു എന്ത് ചെയ്യുന്നു? ഒരു പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു. അതിൻ്റെ പേരാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് ഡോക്ട്രിൻ all independent states were to lapse to
paramount power of adoption on the failure of ന്യൂട്രൽ മെയിൽ പേയേഴ്സ്. ഓർമ്മയില്ല, ഇന്ത്യയിലുള്ള എല്ലാ എന്താണ് സ്വതന്ത്രമായിട്ടുള്ള നാട്ടുരാജ്യങ്ങളും ആണ്. അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ ഏകദേശം 600ഓളം നാട്ടുരാജ്യങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടാണ് ഹൈദരാബാദും ബംഗാളും മൈസൂർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് പാരമൗൺസിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗഡിൻ്റെ സൂപ്രമസി എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ഒരു കരാറായിരുന്നു എന്ന് പറയാം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വാസ് ദ അൺഫേമസ് ചൈൽഡ് ഓഫ് Doctrine of lapse was the unfamous child of Wellesley's unpopular subsidiary alliance system. അതായത് ഈ ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ഒരു അൺപോപ്പുലർ ആയിട്ടുള്ള സബ്സിഡിയറി അലയൻസ് സിസ്റ്റം ആയിരുന്നു എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യുക? ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാരുടെ മേധാവിത്വം എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അപ്പം അതിനു വേണ്ടി കൊണ്ടുവന്നതാണിത്. സോ ബൈ അപ്ലൈയിങ് ദിസ് ഡോക്ട്രിൻ ഡൽഹൌസി അനക്സ്ഡ് സട്ടോറ, സാമ്പൽപൂർ, ജയ്പൂർ, നാഗ്പൂർ, ഝാൻസി, ഭാഗത് ആൻഡ് ഉദയപൂർ. അപ്പോൾ ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇന്ത്യയിൽ നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ട് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായ പ്രധാനപ്പെട്ട മേഖലകളാണ് ഒന്ന് സറ്റോറ, മറ്റൊന്ന് സംബൽപൂർ, ജയ്പൂർ, നാഗ്പൂർ, ഝാൻസി, ഭഗത്, ഉദയപൂർ. ഇത്രയും മേഖല ആരുടെ അധീനതയിലാവുന്നു? ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആകുന്നു. Then in 1856, Dalhousie annexed even the royal state of Oudh. Oudh എന്ന് പറയുന്ന ആ ഒരു റോയൽ സ്റ്റേറ്റ് മാരുടെ അധീനയിൽ കൊണ്ടുവന്നു 1856 ഡൽഹൌസി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമാക്കി മാറ്റി. The refusal of the pension to Nana Sahib, son of Bajirao, the nephew also increased in the discount of empire having conquered. അപ്പം ഈ സമയത്ത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു ആര്? നാനാ സാഹിബ്. അദ്ദേഹം ബാജിറാവുവിൻ്റെ മകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പെൻഷൻ നൽകുന്ന ആ ഒരു സംവിധാനത്തെ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ എതിർക്കുന്നു. ഇതും എന്താണ്? പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആ ഒരു അവരുടെ ഒരു അതൃപ്തി അല്ലെങ്കിൽ എന്താ ഡിസ്കണ്ടന്റ് അല്ലെങ്കിൽ വിദ്വേഷം എന്ത് ചെയ്യുന്നതിന് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ദെൻ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ്സ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ പെൻഷൻ കൊടുക്കുന്നതിനെ എതിർക്കുന്നു. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരുടേതായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് എന്ത് ചെയ്തത്? ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്ത് ചെയ്തത്? നടപ്പിലാക്കിയത്. കമ്പനി എക്സ്ക്ലൂഡഡ് ഇന്ത്യൻസ് ഫ്രം ആൾ ഹൈ പോസ്റ്റ്. ഉയർന്ന എല്ലാ തൊഴിൽ മേഖലകളിൽ നിന്നും ആരും ഒഴിവാക്കുന്നു? ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. ബോത്ത് ഇൻ സിവിൽ ആൻഡ് മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ്സ് ദി ഇന്ത്യൻസ് വെയർ അപ്പോയിൻറ്റഡ് ഓൺലി ഇൻ ദ ലോവർ പൊസിഷൻസ്. ഇപ്പം എന്താണ്? സിവിൽ മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്ത് ചെയ്യുന്നു? വളരെ താണ സ്ഥാനമാണ് ആർക്ക് നൽകിയത്? ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്ത് നൽകിയത്. ദെൻ ദ ജുഡീഷ്യറി മേഡ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദ യൂറോപ്യൻസ് ആൻഡ് ഇന്ത്യൻസ്. ഇപ്പോൾ ഇന്ത്യക്കാരെയും ബ്രിട്ടീഷുകാരെയും രണ്ട് രീതിയിലാണ് ആര് കണക്കാക്കിയത്? ജുഡീഷ്യറി അന്നെന്താ? അപ്പോൾ ഇന്ത്യക്കാരോട് വിവേചനം വെച്ച് പുലർത്തുകയും ഈ രണ്ട് കൂട്ടർക്കും രണ്ട് രീതിയിലുള്ള ഒരു കൺസിഡറേഷനാണ് എന്താണ് ഇവിടെ നൽകുകയും ചെയ്തത്. ടു മേക്ക് ദ കൺഫ്യൂഷൻ മോർ കൺഫൗണ്ടഡ്, ദ കോർട്ട് ലാംഗ്വേജ് ഓഫ് പേർഷ്യൻ വാസ് റീപ്ലേസ്ഡ് ബൈ ഇംഗ്ലീഷ്. അപ്പോൾ അതിനകത്ത് കുറേ കൂടി എന്ത് ചെയ്യാൻ ഈ വിദ്വേഷം വളർത്തി വെക്കുന്നതിന് വേണ്ടി മറ്റൊരു പ്രവർത്തനം ഇവർ ചെയ്തു. അതായത് അന്ന് കോടതിയിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയായിരുന്നു. അപ്പോൾ അതിന് പകരം ഇംഗ്ലീഷ് ഭാഷയും എന്ത് ചെയ്തു? ഇന്ത്യൻ കോടതികളിൽ കൊണ്ടുവന്നു. ദ ഹെൽപ്ലെസ് ഇന്ത്യൻസ് ഡൈവേർട്ടഡ് ദിയർ ഡിസ്കണ്ടൻറ്റ് ഇന്ത്യ വയലൻറ്റ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഇങ്ങനെ നിസ്സഹായരായിട്ടുള്ള ഇന്ത്യക്കാർ എന്ത് ചെയ്തു? അവർക്കുണ്ടായിരുന്ന ആ ഒരു എതിർപ്പ് ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു അക്രമാസക്തമായ ഒരു വിപ്ലവത്തിലൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? അതിനെതിരെ പ്രതികരിക്കുവാൻ തീരുമാനിച്ചു. ഇത്രയാണ് പൊളിറ്റിക്കൽ കോസ് എന്ന് പറയുന്നത്. ഇനി
രണ്ടാമത് സോഷ്യൽ കോസസ് ആണ്. The enlightened English people could not stand as idle spectators to the evils practiced by ട്രഡീഷണൽ ഇന്ത്യൻസ്. അപ്പോൾ എൻലൈറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പീപ്പിൾ, കുറച്ച് വിദ്യാഭ്യാസമൊക്കെ നേടിയ ആ ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു? ദേ കുഡ് നോട്ട് സ്റ്റാൻഡ് ആസ് ഐഡിൽ സ്പെക്ടക്ടേഴ്സ്. ഒരു ഐഡിലായിട്ടുള്ള എന്നുവെച്ചാൽ അലസരായിട്ടുള്ള വക്താക്കളായിട്ട് മാത്രം എന്ത് ചെയ്തു പെരുമാറപ്പെടുന്നു. അതായത് ഇന്ത്യയിലുണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യക്കാർ പ്രാക്ടീസ് ചെയ്തിരുന്ന ഈവിൾസിനെതിരായിട്ടൊരു എൻലൈറ്റഡ് ആയ ഇംഗ്ലീഷ് പീപ്പിൾ ആണ്. ചിലപ്പോൾ അത് മേ ബി ഇന്ത്യക്കാർ തന്നെ ആയിരിക്കാം, ഇംഗ്ലണ്ടിൽ പോയി ഉപരിപഠനം നടത്തി വന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർ എന്ത് ചെയ്തു? വളരെ ഐഡിലായിട്ടുള്ള വളരെ അലസമായ ഒരു സമീപനമാണ് എന്ത് ചെയ്തത്? സ്വീകരിക്കുക ചെയ്തത്. ഇൻ ദ ബാക്ക്വേർഡ് ഏരിയാസ് ദ ഇൻഹബിറ്റൻസ് പ്രാക്ടീസ്ഡ് ഹ്യൂമൻ സാക്രിഫൈസ് ഇൻ ദ ഓണർ ഓഫ് ഗോഡസസ് കാളി ആൻഡ് ഗോഡസ് എർത്ത്. അപ്പോൾ ഈ ബാക്ക്വേർഡ് ഏരിയാസിലെ ജനങ്ങൾ, അവിടെ അധിവസിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? ദേ ആൾസോ പ്രാക്ടീസ്ഡ് ഹ്യൂമൻ സാക്രിഫൈസ്. മനുഷ്യനെ പോലും എന്ത് ചെയ്യുന്ന ബലി കൊടുക്കുന്ന ഒരു പ്രക്രിയ അവർ എന്ത് ചെയ്തിരുന്നു? പ്രാക്ടീസ് ചെയ്ത് കാളി എന്ന് പറയുന്ന ദേവതയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം എന്താണ് ഭൂമി ദേവിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ബാക്ക്വേർഡ് ഏരിയാസിലെ ആളുകൾ എന്ത് ചെയ്യുന്നു? ഈവിൾസ് ആയിട്ടുള്ള ഹ്യൂമൻ സാക്രിഫൈസ് എന്ത് ചെയ്തു? പ്രാക്ടീസ് ചെയ്തു. Equally cruel was the system of female infanticide in which the parents threw their female infants into the rivers. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് ആയിരുന്നു. പെൺ ശിശു ഭ്രൂണഹത്യ ഉണ്ടായിരുന്നു. ഇനി അഥവാ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് പെൺകുട്ടിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് എന്ത് ചെയ്തിരുന്നു? ആ കുഞ്ഞുങ്ങളെ പുഴയിലെറിഞ്ഞ് കൊല്ലുന്നൊരു പ്രവണതയും ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ബിലീവ്ഡ് ബൈ എ മിസ്റ്റേക്സ് നോഷൻ ആൻഡ് that no man should follow the soul of their departed husband. The Indian practice to study. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യൽ പ്രാക്ടീസ് ആയിരുന്നു, സോഷ്യൽ ഈവിളായിരുന്നു എന്താണ്? സതി എന്ന് പറയുന്നത്. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്? ഭാര്യ എന്ത് ചെയ്യാൻ പാടില്ല? ജീവിച്ചിരിക്കാൻ പാടില്ല. ഭർത്താവിനെ അടക്കുന്ന ചിതയിൽ തന്നെ ചാടി എന്ത് ചെയ്യണം? ഭാര്യയും ആത്മഹൂതി ചെയ്യണം എന്ന് പറയുന്ന ഒരു ഈവിൾ പ്രാക്ടീസ് എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. The British abolished all such inhuman practices. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഹ്യൂമൻ പ്രാക്ടീസുകളൊക്കെ ആര് അബോളിഷ് ചെയ്യുന്നു? ഇപ്പോൾ ഹ്യൂമൻ സാക്രിഫൈസ്, ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്, അതുപോലെ തന്നെ സതി തുടങ്ങിയ ഹ്യൂമൻ പ്രാക്ടീസുകളെല്ലാം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ അബോളിഷ്. മനുഷ്യഹത്യ, മനുഷ്യരെ എന്ത് ചെയ്യുന്നു? കുരുതി കൊടുക്കുന്നത് വെറുതെ ഇപ്പോൾ അതായത് ദേവന്മാരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു? മനുഷ്യനെ പിടിച്ച് ബലി കൊടുക്കുന്നു. തലവെട്ടി അതിൻ്റെ രക്തം എന്താ അവർക്ക് കുടിക്കാൻ നൽകുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ ചില സ്ഥലങ്ങളിൽ എന്താണ് മൃഗഹത്യ ഉണ്ടല്ലോ. അമ്പലങ്ങളിലൊക്കെ എന്താ ബലി കുരിശി എന്ന് പറയുന്ന ആചാരമുണ്ട്. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 10-50 വർഷം മുമ്പാണെങ്കിൽ എന്താ കോഴിയൊക്കെ കൊന്നായിരുന്നു ചെയ്യുന്നത്. ഇപ്പോൾ അതിന് പകരം കുമ്പളങ്ങ എടുത്ത് വെച്ച് എന്ത് ചെയ്യും? മുറിക്കും. അതാണ് ഇപ്പോഴത്തെ ആചാരം എന്ന് പറയുന്നത്. ഓക്കെ, ദ ബ്രിട്ടീഷ് അബോളിഷ്ഡ് ആൾ ഇൻഹ്യൂമൻ പ്രാക്ടീസ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെയും ബ്രിട്ടീഷർ എന്ത് ചെയ്തു? അവർ അബോളിഷ് ചെയ്തു. ദേ ഈവൻ അബോളിഷ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ്ഡ് വിഡോ റീമാരേജ്. എന്താ ശിശുവിവാഹത്തെ അവർ ഇല്ലാതാക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? വിധവ പുനർവിവാഹത്തെ അവരെന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ദ ഇന്ത്യൻസ് എക്സ്പെഷ്യലി ദ ഓർത്തഡോക്സ് ഹിന്ദുസ് opposed all these reforms because all such things were the part of their social customs and beliefs. പക്ഷേ ഇന്ത്യയിലുണ്ടായിരുന്ന ഓർത്തഡോക്സ് ആയിട്ടുള്ള പരമ്പരാഗതവാദികളായിട്ടുള്ള ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഈ ഭരണപരിഷ്കാരങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്ന കാരണം ഇത്തരം ആചാരങ്ങളെല്ലാം തന്നെ എന്താണ്? അല്ലെങ്കിൽ ഇത്തരം സംഗതികളെയും മൃഗഹത്യയും പിന്നെ സതിയും ഒക്കെ അവരുടെ സോഷ്യൽ കസ്റ്റംസിൻ്റെയും സാമൂഹിക ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായിരുന്നു. അപ്പോൾ അതിനെയാണ് എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കിയത്. അപ്പോൾ അതിനെതിരായിട്ട് എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഹിന്ദുക്കൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രതികരിക്കാനായിട്ട് തുടങ്ങി. ഇനി ദി ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ് ആൻഡ് ടെലിഗ്രാം ടു എക്സൈറ്റഡ് ദ പീപ്പിൾ. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയോട് ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ സംവിധാനം വരുന്നത് അല്ലേ? ബോംബെ മുതൽ 1853 ബോംബെ മുതൽ താനെ വരെയുള്ള മേഖലയിൽ എന്ത് ചെയ്തു? ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ സംവിധാനം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അപ്പോൾ ആ റെയിൽവേ സംവിധാനവും അതോടൊപ്പം തന്നെ ടെലികമ്മ്യൂണിക്കേഷനിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു? ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളെ വളരെയധികം എന്താക്കി? എക്സൈറ്റഡ് ആക്കി മാറ്റി.
they come to look upon these measures as a part of celebrate British policy of converting the people of India into Christianity. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നയങ്ങളെയെല്ലാം ഇവർ നോക്കിക്കണ്ടത് എങ്ങനെയായിരുന്നു? ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളെ എന്ത് ചെയ്യുന്നു, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുമതം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമായിട്ടാണ് ആര് കണ്ടത്? ഇതിനെയൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നത്. എന്താ? The trains did not provide separate compartment for the different communities. അപ്പോൾ അത് മാത്രമല്ല, അന്ന് ഇന്ത്യയിൽ ഈ ബ്രിട്ടീഷുകാർ വരുന്ന കാലഘട്ടത്തിൽ എന്താ ജാതീയത, കാസ്റ്റീസ് എന്ന് പറയുന്ന വളരെയധികം എന്താ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒന്നായിരുന്നു. അൺടച്ചബിലിറ്റി ഒക്കെ എന്താ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ റെയിൽവേ സംവിധാനം നടപ്പിലാക്കിയപ്പോൾ ഈ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളിൽ പ്രത്യേകം കമ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് എന്താ പ്രത്യേകമായിട്ടുള്ള കമ്പാർട്ട്മെൻറ്റുകളൊന്നും അവർ എന്ത് ചെയ്തില്ല, നൽകിയില്ല. The caste Hindus were not in a state of mind to travel with the untouchables. അപ്പോൾ എന്താണ്, അപ്പോൾ ഇന്ത്യയിലെ കാസ്റ്റ് ഹിന്ദുക്കൾ, അതായത് ജാതീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹിന്ദുക്കൾ എന്തിന് തയ്യാറില്ലായിരുന്നു? അൺടച്ചബിൾ ക്ലാസ്സിനോടൊപ്പം എന്ത് ചെയ്യുവാൻ, ട്രെയിനിൽ യാത്ര ചെയ്യുവാൻ അവർ എന്ത് ചെയ്തില്ല, തയ്യാറില്ല. അപ്പോൾ ഒരുപാട് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഹിന്ദുക്കൾക്കിടയിൽ. അപ്പോൾ ഈ ഒരു ബ്രിട്ടീഷുകാർ ഇവരുടെ സോഷ്യൽ പ്രാക്ടീസൊക്കെ എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾക്ക് എന്താ ഒരു വൈരാഗ്യം ഉണ്ടാകുന്നു. അപ്പോൾ അതെന്തിലേക്ക് നയിക്കുന്നു? റിവോൾട്ടിലേക്ക് നയിക്കുന്നു. അതാണ് സോഷ്യൽ കോസ്. ഇനി മൂന്നാമത്തത് റിലീജിയസ് കോസസ് ആണ്. ദ സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ ക്രിയേറ്റഡ് സസ്പീഷ്യൻസ്. എന്ത് ചെയ്തു? ക്രിസ്തുമതത്തിൻ്റെ വ്യാപനം ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ എന്താക്കുന്നു? സംശയങ്ങൾ ഉണ്ടാക്കുന്നു. ദ കാത്തലിക് ആൻഡ് പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾ, കോളേജസ് ആൻഡ് ഹോസ്പിറ്റൽസ്. അപ്പം അന്ന് ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്, ഒന്ന് കാത്തലിക്സും മറ്റൊന്ന് പ്രൊട്ടസ്റ്റൻസ്. അപ്പോൾ അവർ ഇന്ത്യയിൽ എന്ത് ചെയ്തു? സ്കൂളും കോളേജസും ഹോസ്പിറ്റൽസും ഒക്കെ എന്ത് ചെയ്തു? ഇഷ്ടംപോലെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദ ബ്രിട്ടീഷ് ക്രിസ്ത്യൻ മിഷണറീസ് ലേൺ ലോക്കൽ ലാംഗ്വേജസ് ആൻഡ് വോൺ കൺവേർട്സ് ടു ദെയർ ഫെയ്ത്ത്. അതെന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാരായിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറീസ് നമ്മുടെ പ്രാദേശിക ഭാഷകളൊക്കെ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഈ ആളുകളെ അവരുടെ വിശ്വാസത്തിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. ആഡിങ് ടു ദിസ് ഫിയർ ഓഫ് ഇന്ത്യൻസ്, ദ റിലീജിയസ് ഡിസബിലിറ്റി ആക്ട് പാസ്ഡ്. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഭയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇന്ത്യയിൽ എന്താ പറയുക, ദ റിലീജിയൻസ് ഡിസബിലിറ്റി ആക്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പാസ്സാക്കുന്നു. ഇറ്റ് എനേബിൾഡ് ദ ഹിന്ദു ഹു കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി So it enabled the Hindu who converted to Christianity to claim his sphere of family property from his parents. അപ്പോൾ ഇങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത ഹിന്ദുക്കൾക്ക് മറ്റൊരു പ്രിവിലേജ് കൂടി ലഭിക്കുന്ന എന്താണ്? പേരൻസിൽ നിന്നും എന്ത് ചെയ്യാൻ, അവരുടെ സ്വത്ത് എന്ത് ചെയ്യാൻ ആവശ്യപ്പെടാനാണ്. പണ്ട് കാലത്ത് എന്താണ് ഇന്ത്യയിൽ മക്കത്തായ സമ്പ്രദായമല്ല, മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. അതായത് നമ്മുടെ നമുക്ക് എനിക്ക് സ്വത്തുണ്ടെങ്കിൽ എൻ്റെ മകനോ മകൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല, സഹോദരിയുടെ മക്കൾക്ക് കൊടുക്കുന്നതിന് പ്രത്യേക ഒരു പ്രവണതയായിരുന്നു എന്താ മരുമക്കത്തായ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെയൊക്കെ ആയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? സമരം നടത്തുന്നത്. അങ്ങനെയാണ് ഈ ഹിന്ദുക്കൾ ഇന്ത്യയിലോട്ട് മാറുന്നത്, ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? പേരൻസിൻ്റെ സ്വത്ത്, അതായത് ഹെറിഡിറ്ററി ആയിട്ടുള്ള സ്വത്ത് അക്വയർ ചെയ്യാറുള്ളൊരു അവകാശം കൂടി ഇവർക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെ ലഭിക്കുന്നു. ഇനി the introduction of Western education was seen as a conspiracy to convert the Indians to Christianity. ഇനി എന്ത് ചെയ്ത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നടപ്പിലാക്കി. അപ്പോൾ ആ പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യാൻ, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഒരു കോൺസ്പിറൻസി, ഒരു ഗൂഢാലോചനയായിട്ടാണ് ആര് കണ്ടത്? ഇന്ത്യയിലെ ട്രഡീഷണൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകൾ കണക്കാക്കിയത്. കോൺസിക്വൻ്റ്ലി the Hindus as well as the Muslims developed a fear that their religion would give a way to Christianity. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? ഹിന്ദുക്കൾക്കിടയിലും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലും ഒരു വിശ്വാസം ഉണ്ടാകുന്നു. എന്താണ്? ഏറെ താമസിയാതെ തന്നെ അവരുടെ മതം കൂടി എങ്ങോട്ട് മാറേണ്ടി വരും? അല്ലെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം
എങ്ങോട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു വിശ്വാസം ആർക്കുണ്ടാവുന്നു, ഒരു ഭയം ആർക്കുണ്ടാവുന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടെ സംയുക്തമായിട്ട് ശിപ്പായി മ്യൂട്ടിനി കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത എക്കണോമിക് കോസസ് ആണ്. അങ്ങനെ സിപ്പോയ്സ് ആണെന്ന് കണ്ടക്ട് ചെയ്തത്. അന്ന് ബ്രിട്ടീഷ് സൈന്യത്തിലുണ്ടായിരുന്ന ശിപായിമാർ, സാധാരണ ഉള്ള ജോലിക്കാരെ ശിപായിമാരെന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഇത് നടത്തുന്നത്. പിന്നെയാണ് ഝാൻസി റാണിയും ഗാന്ധിയ തോപ്പിയും നാനാ സാഹിബും പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തോട്ട് എന്ത് ചെയ്യുന്നത്, കടന്നത്. സോ എക്കണോമിക് ഗാന്ധിജി ജനിച്ചിട്ടില്ലല്ലോ? ഇല്ല, ഗാന്ധിജി അന്നേരം ഇന്ത്യയിലില്ല, ജനിച്ചിട്ടേ ഇല്ല തോന്നുന്നു. 1869 കുഞ്ഞ 1869 ഗാന്ധി ജനിക്കുന്നത്. അത് സംഭവം 1857. ഓക്കെ, അടുത്ത എക്കണോമിക് കോസസ് ആണ്. ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ റിസൾട്ടഡ് ഇൻ ടു ദി എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ കൺട്രി. അപ്പം ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണം എന്ത് ചെയ്തു, സാമ്പത്തികപരമായിട്ടുള്ള ചൂഷണങ്ങൾക്കും എന്ത് ചെയ്തു, കാരണമാകും. The East India Company looked upon India as a private property of the British people. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ കണക്കാക്കിയത് എന്തെന്നാൽ ബ്രിട്ടീഷുകാരുടെ ഒരു സ്വകാര്യ സ്വത്തായിട്ടാണ് എന്ത് ചെയ്തത്, ഇന്ത്യ എന്ത് ചെയ്തത്, കണക്കാക്കുന്നത്. The high rate of plant left very little with the peasants. ഇപ്പോൾ ഇന്ത്യയിൽ കർഷകരായിട്ടുള്ള ആളുകളുടെ കൈവശം ഭൂമി വളരെയധികം കുറവായിരുന്നു. ദ ബ്രിട്ടീഷ് ഗുഡ്സ് ഫ്ലഡഡ് ദ നേഷൻസ്. ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ ഇന്ത്യ മുഴുവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, നിറയാൻ തുടങ്ങി. ഇന്ത്യ സർവേയുടെ ആസ് എ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഗുഡ്സ്. അപ്പോൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ വിൽക്കുന്നതിനുള്ള വെറുമൊരു വാണിജ്യ കേന്ദ്രമാക്കി എന്തിനെ നിലനിർത്തി, ഇന്ത്യയെ നിലനിർത്തുകയുണ്ടായി. ദ ഫോറിൻ പ്രോഡക്ട്സ് സ്ക്രിപ്റ്റ് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. എങ്ങനെ വിദേശത്ത് നിന്ന് വന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ പ്രാദേശിക വ്യവസായങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാദേശിക മേഖലയിൽ എന്ത് ചെയ്ത് ഭീഷണിയായിട്ട് മാറപ്പെടുന്നു. കൊമേഴ്സ്യൽ പ്രോഡക്ട്സ് ലൈക്ക് ഓപ്പിയം ആൻഡ് കോട്ടൺ വെയർ ഇൻസെൻറ്റീവ്സ് ഓഫ് ദി പ്രൊഡക്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രൊഡക്ഷൻ്റെ ഇൻസെൻറ്റീവായിട്ട് ഇവർ കൊണ്ടുവന്ന കൊമേഴ്സ്യൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഓപ്പിയവും അതുപോലെ തന്നെ കോട്ടണുമായിരുന്നു. As a result, the consumption crops like rice and wheat fell in shortage. അപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു കൊമേഴ്സ്യൽ പ്രോഡക്റ്റുകൾക്ക്, അതായത് ഓപ്പിയം, കോട്ടൺ പോലെയുള്ള പ്രോഡക്റ്റുകൾ, കറുപ്പാണ്, അതെ, അതിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്തു, ഇവിടെ കൂട്ടി ബ്രിട്ടീഷുകാർ കൂട്ടി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കൺസ്യൂമർ പ്രോഡക്റ്റുകളായിട്ടുള്ള റൈസ്, വീറ്റിൻ്റെയും ഉൽപ്പാദനം എന്ത് ചെയ്യുന്നു, കുറയുന്നു. സോ കോൺസിക്വൻ്റ്ലി ദ ഇന്ത്യൻസ് ഫെൽ വിക്ടിംസ് ഓഫ് ഫ്രീക്വൻറ്റ് ഫാമിൻ, സ്റ്റാർവേഷൻ ആൻഡ്. സ്വാഭാവികമായിട്ടും കൺസംഷൻ ക്രോപ്സ് കുറഞ്ഞപ്പോൾ അതിലേക്ക് ഫാമിൻ, ദാരിദ്ര്യം, പട്ടിണി, മരണം തുടങ്ങിയതിലേക്ക് എന്ത് ചെയ്ത് പോവുക ചെയ്തു. അടുത്ത മിലിറ്ററി കോസാണ്. The Sipoys received a step-motherly treatment from the English rule. അതായത് ഇന്ത്യയിലെ ഈ ശിപായിമാർക്ക് കിട്ടിയിരുന്ന നയം, അതായത് ഒരു പെറ്റമ്മ നയമല്ല, സ്റ്റെപ്പ് മദർലി അഫെക്ഷൻ ആയിരുന്നു. ഒരു വളർത്തമ്മ, പോറ്റമ്മ നയമായിരുന്നു ആര് സ്വീകരിച്ചത്, ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ശിപായിമാർക്കെതിരെ സ്വീകരിച്ചത്. These Indian soldiers were posted in any part of the Dominion with no payment of extra ബാറ്റ ഓർ അലവൻസസ്. അപ്പോൾ ഈ ഇന്ത്യൻ സോൾജിയേഴ്സിനെ അവരെന്ത് ചെയ്തിരുന്നു, ഇന്ത്യയിലെ ഏതൊരു സൈനിക മേഖലയിലും അല്ലെങ്കിൽ ഏതൊരു മേഖലയിൽ നിയമിച്ചിരുന്നത് അവർക്ക് എക്സ്ട്രാ ബാറ്റയോ അല്ലെങ്കിൽ അലവൻസോ ഒന്നും കൊടുക്കാതെയായിരുന്നു ഈ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൽ ആരെ എടുത്തിട്ടുണ്ട്, ഇന്ത്യക്കാരെ എടുത്തിട്ടുണ്ട്. In order to serve the British, the Indian Sipoys had to cross the seas for creating India and Burma. അപ്പോൾ അന്ന് എന്ത് ചെയ്യുന്നു, അപ്പം ഈ ബ്രിട്ടീഷുകാരെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള സൈനികർക്ക് അല്ലെങ്കിൽ ശിപായിമാർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ഇന്ത്യയല്ല, ഇറാനിലും ബർമയിലും ഒക്കെ എന്ത് ചെയ്യേണ്ടി വന്നു, കടൽ മാർഗം യാത്ര ചെയ്യേണ്ടി വന്നു. കാരണം അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു
കൺവെൻഷണൽ ആയിട്ടുള്ള വിശ്വാസമായിരുന്നു എന്താ, കടൽ കടന്ന് എന്ത് ചെയ്യാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല. പണ്ട് ശ്രീനിവാസ രാമാനുജൻ്റെ ഹാർഡിസ് ഹിസ്റ്റോറി ഓഫ് രാമാനുജ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് എന്താണ്, അദ്ദേഹം കടൽ കടന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിനെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയെ എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് അങ്ങനത്തെ വിശ്വാസം ഉണ്ടായിരുന്നു, എന്താ, ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കടൽ കിടക്കാൻ പാടില്ല. ദ ക്രോസിംഗ് ഓഫ് സീ വാസ് മച്ച് എഗനിസ്റ്റ് ദിയർ റിലീജിയസ് കൺവെൻഷൻസ്. അപ്പോൾ ഈ കടൽ കടക്കുക എന്ന് പറയുന്നത് അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്കെതിരായിരുന്നു. ദ സിപ്പോയ്സ് റിസീവ്ഡ് ഫോർ The Sipoys received for poor pay had no prominent opportunities and lived in miserable huts. അപ്പോൾ അതുമാത്രമല്ല, ഈ സിപ്പോയ്സിന് നൽകിയിരുന്ന വളരെ കുറഞ്ഞ ശമ്പളമായിരുന്നു. അവർക്കൊരു ഒരു പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് എന്തില്ല, നൽകിയിരുന്നില്ല. അതോടൊപ്പം തന്നെ അവരെങ്ങനെയാണ് വളരെ മിസറബിളായിട്ടുള്ള, പ്രയാസപ്പെട്ടുള്ള, അല്ലെങ്കിൽ വളരെ ദയനീയമായിട്ടുള്ള, വൃത്തിഹീനമായ കുടിലുകളിലൊക്കെ ആയിരുന്നു എന്ത് ചെയ്യേണ്ടി വന്നത്, ഇവർക്ക് താമസിക്കേണ്ടി വന്നത്. സോ ദ സിപ്പോയ്സ് റിസീവ്ഡ് ഫോർ പുവർ പേ ഹാഡ് നോ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ലിവ്ഡ് ഇൻ എ മിസറബിൾ ഹട്ട്സ്. വളരെ പരിതാപകരമായ സിറ്റുവേഷനിൽ അവർക്ക് ശമ്പളം കുറവായിരുന്നു, പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു, ഇന്ത്യൻകാരായിട്ടുള്ള ശിപായിമാർക്ക് കുറവായിരുന്നു. In contrast, the white men monopolized all high positions in the army. ഇതിനെതിരായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വെള്ളക്കാരായിട്ടുള്ള ആളുകളായിരുന്നു ആ സൈന്യത്തിലെ എല്ലാവിധമായ ഉയർന്ന മേഖലകളിലും എന്ത് ചെയ്യുന്നത്, പ്രവർത്തിച്ചിരുന്നത്. They received high amount of salaries, lived in luxurious homes and led a luxurious life. അവർക്ക് എന്തായിരുന്നു, വളരെ ഉയർന്ന ശമ്പളവും അതോടൊപ്പം തന്നെ ജീവിക്കാൻ വളരെ ആഡംബരപൂർണ്ണമായ വീടുകളും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആഡംബരമായ ലൈഫായിരുന്നു ആര് നയിച്ചിരുന്നത്, ഈ വൈറ്റ് മെൻ എന്ത് ചെയ്യുന്നത്, നയിച്ചത്. അപ്പോൾ ഇന്ത്യക്കാരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അതേപക്ഷം അവരോടൊപ്പം ജോലി ചെയ്യുന്ന ബ്രിട്ടീഷുകാരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഉയർന്ന, വളരെ മെച്ചമുള്ള അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് ആയിരുന്നു. അപ്പോൾ ഇതാണ് മിലിറ്ററി കോസ് എന്ന് പറയുന്നത്. അടുത്തത് ഇമ്മീഡിയറ്റ് കോസാണ്, പെട്ടെന്നുണ്ടായ കാരണമാണ്. ദി ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദി ഗ്രേറ്റ് rising of 1857 was the greased cartridges affair. റൈസിംഗ് എന്ന് പറഞ്ഞ വിപ്ലവമാണ്. അപ്പോൾ ഈ 1857 മഹത്തായ വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഗ്രീസ്ഡ് കാർട്രിഡ്ജസ് അഫെയർ. ഗ്രീസ്ഡ് കാർട്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാരിവിടെ എന്ത് ചെയ്തു, കൊണ്ടുവരിക ചെയ്തു. അതായത് ദ കാർട്രിഡ്ജസ് വെയർ റാപ്ഡ് ഇൻ ഗ്രീസ്ഡ് പേപ്പർ. അതായത് ഈ തോക്കിൽ നിറയ്ക്കുന്ന തീര, അതിനെന്ത് പറയാം, കാർട്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർട്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഗ്രീസ്ഡ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞതായിരുന്നു. ഹൂസ് ആൻഡ് ഹാഡ് ടു ബി ബിറ്റൺ ഓഫ് ബിഫോർ ദേ ലോഡഡ് ഇൻ ടു ദി റൈഫിൾ. അപ്പോൾ അതെന്ത് ചെയ്യുന്നതിന് മുമ്പ്, ഈ റൈഫിളിലേക്ക് നിറയ്ക്കുന്നതിന് മുമ്പ് അതെന്ത് ചെയ്യണം, കടിച്ച് വേണമായിരുന്നു എന്ത് ചെയ്യേണ്ടത്, ആ പേപ്പർ, ആ റാപ്പർ എന്ത് ചെയ്യേണ്ടത്, റിമൂവ് ചെയ്യേണ്ടത്. ഇനി ദ റാപ്പർ, സോ ദ റൂമർ സ്പ്രെഡ് ദാറ്റ് ദിസ് ഗ്രീസ് വാസ് ദ ഫാറ്റ് ഓഫ് കൗസ് ആൻഡ് പിഗ്സ്. ഇപ്പോൾ ഒരു റൂമർ ഇവിടെ പറയുന്നത് എന്താണ്, ഈ ഗ്രീസ് ഉണ്ടാക്കിയിരിക്കുന്നത് പശുവിൻ്റെയും പന്നിയുടെയും നെയ്യ് കൊണ്ടാണെന്നും ഒബ്ജക്ഷണബിൾ ടു ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അതിനെ എന്ത് ചെയ്തു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ട്. കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പശുവിൻ്റെ നെയ്യ് അവർക്ക് എന്താണ്, അല്ലെങ്കിൽ മൃഗഹത്യ അവർക്ക് എന്താ പാപമായിട്ട് കണക്കാക്കുന്നത്. ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്നി എന്ന് പറയുന്നവർക്ക് എന്താ, ഹറാമായിട്ടുള്ള ഒന്നാണ്. കാരണം പന്നി വെച്ചുള്ള ആഹാരങ്ങളൊന്നും അവരെന്ത് ചെയ്യത്തില്ല, മാംസമൊന്നും കഴിക്കത്തില്ല. അപ്പം ദിസ് ലെഡ് ടു ദ റിവോൾട്ട് ഓഫ് 1850. ഈ ഒരു സംഭവമാണ് എന്താ, ഈ ഗ്രീസ്ഡ് കാർട്രിഡ്ജ് അഫേഴ്സ്. അതായത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ആ ഒരു ഗ്രീസിൽ പൊതിഞ്ഞ കാർട്രിഡ്ജ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, കടിച്ച് തുറന്ന് വേണം എന്ത് ചെയ്യേണ്ടത്, തോക്കിനകത്ത് നിറയ്ക്കേണ്ടത്. അത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ റിലീജിയസ് ബിലീഫ്സിന് എന്താ, എതിരായിരുന്നു. സ്വാഭാവികമായും ഈ ഒരു സംഭവം എന്തിന് കാരണമാകുന്നു, 1857 മഹത്തായ വിപ്ലവം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു.